സംഭവിച്ചേ? അത് ആഹ് ഞാനും ഇവിടെ കമ്പനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് കേറി വന്നതാ കൂട്ടുകാരന്റെ. ആഹ്. ഓഹ്. ഇവിടെ അടുത്തുള്ള വീട്ടില്. അപ്പൊ പുള്ളിയുടെ കല്യാണം കഴിഞ്ഞിട്ട് വന്ന വഴിക്ക് ഇറങ്ങി വന്നൊരു കാറ് ഒരു എൽ ഷേപ്പ് വളവായിരുന്നു. ആഹ്. അപ്പൊ ഞങ്ങളുടെ സൈഡ് തന്നെ കേറി വരുന്നു. പക്ഷെ കാറ് കുറച്ച് റോങ് ആയിരുന്നു. ഒരു റിക്സ് ഇറങ്ങി വന്നിടിച്ച്. ഓഹ്. അല്ല കയ്യിന്ന് ഒപ്പാരുണ്ടായിരുന്നെ? പകുതി പറ്റി. ഒറ്റയ്ക്കായിരുന്നു? ഒപ്പം താഴേന്ന് വേറൊരു ആളുണ്ടായിരുന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട ആളാ. തോപ്പടിച്ച് ചാടിക്കാൻ നിങ്ങള് സീറ്റിൽ ചാടിക്കാന്ന് ചോദിച്ചു വന്നതാ. ആഹ്. അപ്പൊ ആളുടെ കൈക്ക് നല്ല പൊട്ടലുണ്ട്. കൈ ഇങ്ങനെ W പോലെ വളഞ്ഞു പോയി. നമ്മളൊരു സഹായം ചെയ്ത് അതൊരു പണിയായില്ലേ? അതൊരു പണിയായി. പിന്നെ ആളെയും കൊണ്ട് പോണ്ട വന്ന്. ആ കാറുകാരൻ നിർത്തിയില്ല. ഞാനതാണ് ചെയ്യല്. ഞാനെന്താ വെച്ചാല് നമ്മളെ ആരെങ്കിലും പോണ വഴിക്ക് ലിഫ്റ്റ് ചോദിക്കുന്ന സമയത്ത് ഞാൻ ആരെയും കേറ്റൂല. അതുകൊണ്ട് ഇപ്പൊ ഒരു കാരണം കാര്യം പിടിച്ചു. ആരെയും കേറ്റരുതെന്ന് പിടിച്ചു. കേറ്റരുത്. കാരണം എന്താ നമ്മൾ ഇപ്പത്തെ കാലത്ത് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളിത് പറ്റി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അഥവാ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം നമ്മളാവും. ഇപ്പൊ ഞാൻ ഏഹ് അതിന്റെ പുറകെ നടക്കുവാ. ഇപ്പൊ 3ാമത്തെ തവണ ആശുപത്രി കൊണ്ടുപോകുന്നത്. പോയി. അവരെ പിന്നെ വണ്ടി എന്റെ അല്ലായിരുന്നു. വണ്ടി ആളുടെ കല്യാണ ചെറുക്കന്റെ സുഹൃത്തിന്റെ വണ്ടിയായിരുന്നു. അത് മോളിൽ കൊണ്ട് കൊടുത്തിട്ട് കാർ എടുത്തിട്ട് പോകാൻ വേണ്ടി വന്നതാ. ആ ആഹ് വണ്ടിക്കിട്ടും പണി കിട്ടി. 220 ആയിരുന്നു. കിറ്റ് മൊത്തം പൊട്ടിപ്പോയി. ഭഗവാനെ. ഇത് ഇനിയിപ്പോ കണ്ടില്ലേ? അതൊക്കെ നമ്മൾ ഈ ചെയ്ത് ഒരു കൊടുക്കണ്ടേ? കമ്പിയുടെ ബലത്തിലാണ് നിൽക്കുന്നത്. കമ്പിയിലെ. ആഹ്.